പാലക്കാട് എലപ്പുള്ളിയിലെ സ്വകാര്യ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട എതിർപ്പ് സിപിഐ കടുപ്പിച്ചേക്കും. ഇതുവരെ ഉന്നയിച്ച പരസ്യ നിലപാടുകൾ മുന്നണിയുമായി ബന്ധപ്പെട്ട നേതൃയോഗങ്ങളിൽ കർശനമായി ഉയർത്താനാണ് സിപിഐ തീരുമാനം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിക്കാത്ത ബിനോയ് വിശ്വത്തിനെതിരെയും പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ട്. സിപിഐയെ പ്രതിനിധീകരിച്ചുള്ള 4 മന്ത്രിമാർ മന്ത്രിസഭയിലുണ്ടായിട്ടും മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിലെ തീരുമാനം പാർട്ടിക്കുള്ളിൽ നീറിപ്പുകയാണ്. ക്യാബിനറ്റ് നോട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തോടക്കം മന്ത്രിമാർ ഇക്കാര്യത്തിലെ സമീപനത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും നയപരമായി തീരുമാനമെടുക്കാനായിരുന്നു നിർദ്ദേശമെന്നായിരുന്നു മന്ത്രിമാരുടെയെല്ലാം പ്രതികരണം. തുടർന്നാണ് വിവാദമുയർന്ന ആദ്യ നാളുകളിൽ പാർട്ടി നേതൃത്വം മൗനം പൂണ്ടത്. ഒടുവിൽ പാലക്കാട് ജില്ലാ ഘടകത്തിൻ്റെ എതിർപ്പിനായിരുന്നു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ഭൂരിഭാഗം പിന്തുണ. മദ്യനിർമ്മാണ പ്ലാന്റിനെതിരെ പാർട്ടിക്കുള്ളിൽ വിരുദ്ധചേരി രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരും കുഴങ്ങിയത്. ഇതാണ് മുന്നണി നേതൃത്വത്തെ അറിയിക്കാനുള്ള തീരുമാനത്തിലേക്ക് സിപിഐ എത്തിച്ചേർന്നത്. എന്നാൽ ബിനോയ് വിശ്വവും എം.പി. ഗോവിന്ദനുമായി ഇതുവരെ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. വരും ദിവസങ്ങളിൽ മുന്നണിയുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുമ്പോൾ നിലപാട് വ്യക്തമാക്കാനാണ് സിപിഐയുടെ തീരുമാനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൃദുസമീപനം സ്വീകരിക്കുന്നുവെന്ന നിലപാടും പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടിയുടെ എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്നാൽ മന്ത്രിസഭ ഒരു തവണ അംഗീകരിച്ച വിഷയത്തിൽ എങ്ങനെ എതിർസ്വരമുയർത്തുമെന്ന സംശയമാണ് നേതാക്കൾക്കുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.